നാളെ നാമെല്ലാം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. കേരളം പുതിയ ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുവാനും പോവുകയാണ്. ക്ഷേമ പദ്ധതികളും സർക്കാർ ജോലികളും ഉൾപ്പെടെ നിരവധി വാഗ്ദാനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നമ്മളെല്ലാം കണ്ടത്. കേരള മോഡൽ എന്ന പേരിൽ മികച്ച ഭരണ നിർവഹണത്തിൽ പേരുകേട്ട ഒരു സംസ്ഥാനം ഇത്തരം ജനപ്രിയ പ്രഖ്യാപനങ്ങളെ വാരിപ്പുണരുമ്പോൾ സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളെ കൂടി നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. സംസ്ഥാനത്തിൻ്റെ ധനക്കമ്മി അഥവാ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ശരാശരിയേക്കാൾ വളരെ കൂടുതലാണ് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും. കണക്കുകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കോവിഡ് പ്രതിസന്ധി നിലനിന്നിരുന്ന 2020-21 സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൻ്റെ ധനക്കമ്മിയും റവന്യൂ കമ്മിയും സംസ്ഥാന ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ യഥാക്രമം 5.3%, 3.4% ഉയർന്ന നിരക്കിലും എത്തിയിരുന്നു. പിന്നീട് 2022-23 കാലയളവിൽ ഇത് 2.5%, 0.9% എന്നിങ്ങനെ കുറഞ്ഞുവെങ്കിലും 2024-25 വീണ്ടും 3.9%, 2.5% ഉയരുകയാണുണ്ടായത്. 2026-27 ബജറ്റ് എസ്റ്റിമേറ്റ് പ്രകാരം ഇത് യഥാക്രമം 3.4%, 2.1% നേരിയ തോതിൽ കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഉയർന്ന ധനക്കമ്മിയേക്കാൾ സാമ്പത്തിക വിദഗ്ധരെ ആശങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മി തന്നെയാണ്. 16ാം ധനകാര്യ കമ്മീഷനു വേണ്ടി സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് അഥവാ CDS തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സംസ്ഥാനം കടമെടുക്കുന്ന തുകയുടെ വലിയ ഒരു ഭാഗവും സർക്കാരിൻ്റെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് തന്നെയാണ്. ഭാവിയിലെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന ആസ്തികൾ സൃഷ്ടിക്കുന്നതിന് പകരം ദൈനംദിന ആവശ്യങ്ങൾക്കായി വായ്പകളെ ആശ്രയിക്കുന്നത് പ്രതിസന്ധിയുടെ ആക്കമാണ് കൂട്ടുന്നതും. ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 3/4 മാറ്റിവെക്കുവാൻ കഴിയാത്ത ചിലവുകൾക്കായി തീർന്നു പോകുന്നു എന്നു തന്നെയാണ്. 2025-26 പുതുക്കിയ കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിൻ്റെ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 21.5% പെൻഷൻ നൽകുവാൻ മാത്രമാണ് ചിലവാക്കുന്നത്. സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ ഇക്കണോമിയുടെ ഡേറ്റ അനുസരിച്ച് രാജ്യത്ത് ഹിമാചൽ പ്രദേശിന് ശേഷം പെൻഷൻ ബാധ്യത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളവും. സർക്കാരിൻ്റെ ആകെ വരുമാനത്തിൻ്റെ പകുതിയിൽ അധികവും ശമ്പളത്തിനും പെൻഷനും വേണ്ടി മാത്രമാണ് ചെലവാക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യവും. നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇലക്ഷൻ സമയങ്ങളിൽ അമിതമായ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിലേറുന്ന പുതിയ സർക്കാരിൻ്റെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഈ വലിയ സാമ്പത്തിക ബാധ്യതകൾ തന്നെയായിരിക്കും.